ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിവിടെ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നുള്ളത്. ചോറിൻ്റെ ഒക്കെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് ഇത്. നമ്മൾക്ക് എങ്ങനെ തയ്യാറാക്കുന്നുള്ളതെന്ന് കണ്ടു നോക്കാം. ഒരു കുക്കർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ കുക്കറിലേക്ക് ഒരു 1/4 കപ്പ് പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാളയുടെ പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വലിയ സവാള ആയതുകൊണ്ടാണ് പകുതി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് പരിപ്പ് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. പരിപ്പ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളരി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള വെള്ളരിയും കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്ത് വെള്ളരി വേവിച്ചെടുക്കുന്നുള്ളത്. വെള്ളരി വെന്ത് വരുന്ന സമയത്തിനുള്ളിൽ ഇതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കാം. ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു നുള്ളു ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ തേങ്ങ നന്നായി ഒന്ന് അരച്ചെടുക്കണം. തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ വെള്ളരി ഇവിടെ വെന്ത് വന്നു. ഇനി ഈ തേങ്ങ അരച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ട അതിനനുസരിച്ച് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ചോറിൻ്റെ കൂടെ ആയതുകൊണ്ട് അധികം കട്ടിയുള്ള കറിയല്ല, കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. അതിനിവിടെ ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 2 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള കറിയല്ലേ. നിങ്ങളിങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. ചോറിൻ്റെ ഒക്കെ കൂടെ ഇതൊരു നല്ലൊരു കറിയാണ്. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.